ഉയർന്ന വൈദ്യുതോപഭോഗം നേരിടുന്നതിനുള്ള വൈദ്യുത വകുപ്പിന്റെ മുൻകരുതലുകൾ പാളി. പ്രതീക്ഷിച്ചതിന്റെ ഇരട്ടി വൈദ്യുതോപഭോഗം കൂടിയതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് KSEB. ദീർഘകാല കരാറിൽ ഏർപ്പെടാൻ റെഗുലേറ്ററി കമ്മീഷൻ അനുമതി ലഭ്യമായില്ലെങ്കിൽ സംസ്ഥാനം പവർ കട്ടിലേക്ക് നീങ്ങും. ന്യൂസ് മലയാളം ബിഗ് ബ്രേക്കിംഗ്. വർദ്ധിച്ചുവരുന്ന വേനൽക്കാല വൈദ്യുതി ഉപഭോഗം നേരിടുന്നതിന് വൈദ്യുതി വകുപ്പ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന നടപടികളെക്കുറിച്ച് ഇക്കഴിഞ്ഞ ഫെബ്രുവരി 23-നാണ് UDF MLA-മാർ മന്ത്രി K. കൃഷ്ണൻകുട്ടിയോട് നിയമസഭയിൽ ചോദ്യം ഉന്നയിച്ചത്. 2024-ലെ ശക്തമായ ഉഷ്ണതരംഗ സമയത്തുണ്ടായ പ്രതിസന്ധി ഒഴിവാക്കാൻ 1023 കോടിയുടെ പ്രത്യേക പാക്കേജിന് അംഗീകാരം നൽകിയെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. ട്രാൻസ്ഫോമറുകളുടെ ലോഡ് വർധനവ് അഭിമുഖീകരിക്കാൻ ലൈനുകളുടെ ശേഷി വർദ്ധിപ്പിക്കൽ ഉൾപ്പെടെ വിവിധ പദ്ധതികൾക്കായി 1033 കോടിയുടെ പണി പൂർത്തീകരിച്ചുവെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റെക്കോർഡ് വൈദ്യുതി ഉപഭോഗത്തെ നേരിടാൻ ഈ പദ്ധതികൾക്കായില്ല. ലോഡ് കൂടുമ്പോൾ ട്രാൻസ്ഫോമറുകളുടെ പ്രകടനശേഷി കൂടുകയും ട്രിപ്പാകുകയും ചെയ്യുന്നതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രധാന പ്രതിസന്ധി. മാത്രമല്ല, ഏപ്രിൽ മാസത്തിൽ KSEB പ്രതീക്ഷിച്ചിരുന്ന വൈദ്യുതി ഉപഭോഗം 3351.6 മില്യൺ യൂണിറ്റ് ആയിരുന്നു. പ്രതിദിന ഉപഭോഗം 111.7 മില്യൺ യൂണിറ്റും. എന്നാൽ 6000 മെഗാവാട്ടും കഴിഞ്ഞ് സർവകാല റെക്കോർഡിലാണ് വൈദ്യുതി ഉപഭോഗം കുതിക്കുന്നത്. അതായത് മുൻകരുതൽ നടപടികളിൽ പാളിച്ച പറ്റിയെന്ന് സാരം. മറ്റ് സംസ്ഥാനങ്ങളുമായി ഏർപ്പെട്ടിരുന്ന കരാറിൽ 200 മെഗാവാട്ടിന്റെ വീതം കുറവാണ് രേഖപ്പെടുത്തുന്നത്. ഇങ്ങനെ പോയാൽ സംസ്ഥാനം പവർ കട്ടിലേക്ക് നീങ്ങും. പവർ എക്സ്ചേഞ്ചിൽ നിന്നും കൂടിയ അളവിൽ വൈദ്യുതി ലഭ്യമാക്കുന്നത് ബുദ്ധിമുട്ടായതിനാൽ ദീർഘകാല കോൺട്രാക്ട് ഏർപ്പെടാൻ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ അനുവാദം KSEB ചോദിച്ചിട്ടുണ്ട്. 22-ാം തീയതിയിലെ പൊതു തെളിവെടുപ്പിന് ശേഷം ഈ അനുമതി ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ അത് കിട്ടിയാൽ നമുക്ക് വലിയ പ്രശ്നം വരില്ല. ഫെബ്രുവരി 17 വരെയുള്ള കണക്കനുസരിച്ച് സംസ്ഥാനത്തെ എല്ലാ റിസർവോയറുകളിലുമായി ആകെ 2490 മില്യൺ യൂണിറ്റ് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം ലഭ്യമായിരുന്നു. എന്നാൽ കടുത്ത വേനലിൽ ഡാമിലെ ജലനിരപ്പ് താഴുന്നതും KSEBക്ക് വലിയ ആശങ്കയാണ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.